സാറേ ഒരു മിസ്സിംഗ് കേസുണ്ട്. വരാൻ പറയാം. വരൂ. എന്താണ് നിങ്ങളുടെ പേര്? പവിത്രൻ. എന്താണ് പണി? മേച്ചിരി പണി. വുമൺ മിസ്സിംഗ്. നിങ്ങളുടെ ഭാര്യയാണ് മിസ്സിംഗ്? അതെ. ഇപ്പം എത്ര നാളെ? ഒരാഴ്ചയായി. ഒരാഴ്ചയിൽ നിങ്ങൾ എന്താണ് ഇവിടെ നിന്ന് പറയായിരുന്നു? ഒരു ദിവസം വരും, 2 ദിവസം വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാവോ? അറിയാം. എവിടെയാണ്? മുളകാട്. എൻ്റെ കൂട്ടുകാരനോടൊപ്പം. കൂട്ടുകാരൻ്റെ കൂടെയാണ്? എൻ്റെ കൂടെ പണിക്ക് വരണതാണ് സനൽ. പക്ഷെ അറിഞ്ഞുകൂടിയായിരുന്നു. നമുക്ക് കൂട്ടുകാരന്മാരെ ചൂന്ന് നോക്കാൻ പറ്റില്ല. എൻ്റെ മോളെയും കൂടെ കൊണ്ടാണ് പോയത്. അവളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. എന്നും പണി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരും. അപ്പം അവളില്ലാത്തതുകൊണ്ട് ഒരാഴ്ച സാറ് ഉറങ്ങിയിട്ട്. പോയിട്ട് എത്ര? ഒരാഴ്ചയായി അല്ലേ? ഒരാഴ്ച. അല്ല, ഇവരിനി തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ? ഒരു കുഴപ്പമില്ല സാർ. ഇവർ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ വല്ലതും ഉണ്ടോ? പറയൂ. 93 49 99 62 70. നിങ്ങളുടെ മകൾക്ക് എത്ര വയസ്സായി? 5 വയസ്സ്. ഇനി കുടുംബ കോടതി പോയാലും അമ്മയുടെ കൂടെ വിടാനാ കോടതി പറയുള്ളൂ. എന്താണ് അവരുടെ പേരെന്ന്? സിന്ധു. ഹലോ, സിന്ധു അല്ലേ? ഇത് ടൗൺ സ്റ്റേഷൻ SI ആണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ പരാതി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം, അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ അയക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്ത് വരാൻ പറ്റും? എത്ര മണിക്ക്? കാലത്ത് 10 മണിക്കൂടെ ഉണ്ടാവണം. ശരി, തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാം. എന്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കണമല്ലോ. കേട്ടോ? മോളെ കിട്ടൂ. നിങ്ങൾ വിഷമിക്കാതിരിക്കും, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സാറേ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. സാറേ, അടുത്തുവരെ പോയത്. എന്താ അടുത്തുവരെ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റില്ല? നിർത്തി, ഇത് മാറ്റി. പൈസ സാർ ചായ കുടിക്കാൻ കോടതിയിലേക്ക് വിടാം. കോടതിയിലേക്ക് വിടണ്ട സാർ, പൈസ തരാം. 100 എൻ്റെ സാറേ, മന്ത്രിമാർ കോടിക്കണക്കിന് കോഴ മേടിക്കാൻ നിങ്ങൾക്ക് പ്രശ്നമല്ല. റോഡ് ടാക്സ് അടിച്ചിട്ട് റോഡ് നിറച്ച് കുണ്ടും കുഴിയാ, അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. പാവപ്പെട്ട ഞങ്ങൾ ഹെൽമെറ്റ് വെക്കാതാണ് നിങ്ങളുടെ പ്രശ്നം. എടാ, റോട്ടിൽ നിറച്ച് കുണ്ടും കുഴി ആയതുകൊണ്ടാണ് നിന്നോടൊക്കെ ഹെൽമെറ്റ് വെക്കാൻ പറയണത്. വിളിച്ചിട്ട് പോടാ ഇവന്. ഇതൊക്കെ എന്ത്? നിർത്തി നിർത്തി നിർത്തി, ഇങ്ങോട്ട് നോക്ക്. എന്താടാ, ഹെൽമെറ്റ് ഒന്നുമില്ലേ? സാറിൻ്റെ അടുത്തേക്ക് കയറി. അയ്യോ, കഷ്ടമുണ്ട് കേട്ടോ. നിന്റെ ഹെൽമെറ്റ് എന്തിനാ? ഹെൽമെറ്റ് എടുത്തില്ല സാറേ. അതിൻ്റെ പേര് പറ. ബിജു. ബിജു എന്ന്. നിന്റെ ലൈസൻസ് എന്തേ? ലൈസൻസ് എടുത്തില്ല സാറേ. ഹെൽമെറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല. ഇറങ്ങിക്കാണ്. ആ ഒരു 500 ഇട്. പോലീസ് കാണുമെന്ന് വിചാരിച്ചില്ല സാറേ. എൻ്റെ വീട് തൊട്ടടുത്താ. സാറിന് വിശ്വാസമല്ല, എൻ്റെ വീട്ടിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ആ ഒരു 100 ഇട്. 100 ഇല്ല സാറേ, 50 രൂപ തരാം. വിളിച്ചു കൂളിംഗ് ഗ്ലാസ് വെച്ച സാറിന് വിളിച്ചോളല്ലോ. ആ സാറിൻ്റെ വീട് എവിടെ? ആ സാറിൻ്റെ വീടില്ല. പോ. സാറിൻ്റെ വീട് എവിടെയാണ്? സാറതെ, മിനി സാർ. ഇത് എവിടെ പോയിട്ട് വരാം മിനി സാറേ? നിങ്ങളില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് സ്റ്റേഷനിൽ. എങ്ങനെയുണ്ട് കൃഷിപ്പണിയൊക്കെ? ഏതായാലും പോലീസ് പണിയൊക്കെയല്ല, കൃഷിപ്പണിയാണ്. മിനി സാറേ, അതാ നല്ലത്. ആരും സസ്പെൻഡ് ചെയ്യുമെന്ന് പേടിക്കണ്ടല്ലോ. അതിൻ്റെ ഒരു സന്തോഷം മിനി സാറിന് മുഖത്ത് കാണാനുണ്ട്. സസ്പെൻഷനിലായ പോലീസുകാരന് നാട്ടിലൊരു വിലയില്ലെന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം അത് ബോധ്യമായി. സാറേ, ഞാൻ ഈ വയർലെസ് സ്വർണ്ണം വാങ്ങി തന്ന ഈ പ്രശ്നം തീരുമോ? അപ്പോൾ വെടി പൊട്ടിയതോ? 3 ദിവസം മറ്റേ പരാതിക്കാരൻ ഐസിയു കിടന്നത്. എൻ്റെ പൊന്നെ നിർബന്ധം സാറേ, ഇത് ഡിപ്പാർട്ട്മെൻറ്റ് പോകാൻ തോക്കല്ലേ. ആവശ്യമുള്ള നേരത്തെ ഇത് പൊട്ടയില്ല.